നമസ്കാരം. ഇന്ന് നമ്മൾ കാണുന്നത് HSA മാത്സിലെ ലീനിയർ അൾജിബ്ര പാർട്ടിൽ നിന്ന് വന്ന ചില PYQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ഒരു ലെക്ചറിൽ നമ്മൾ നമ്പർ തിയറിയുമായി ബന്ധപ്പെട്ട HSSTയുടെയും HSAയുടെയും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ലീനിയർ അൾജിബ്രയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആദ്യത്തെ ചോദ്യം, ഒരു മെട്രിക്സ് A തന്നിട്ടുണ്ട്. 1 0 -2 3 1 -2 -5 -1 9 എന്ന് തന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിന്റെ ഡിറ്റർമിനന്റ് നോൺ സീറോ ആണെന്നും അവര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഡിറ്റർമിനന്റ് നോൺ സീറോ ആണെന്ന് പറഞ്ഞാൽ അത് ഇൻവെർട്ടിബിൾ ആണ്. അതവിടെ നിന്നോട്ടെ. ഒരു മെട്രിക്സ്, ഒരു n/n മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോൺ സീറോ ആകുമ്പോഴത്തേക്കും അവിടെ അങ്ങനെയാണെങ്കിൽ എത്ര ആയിരിക്കും അതിന്റെ റാങ്ക്? n/n മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ റാങ്ക് എന്ന് പറയുന്നത് n ആയിരിക്കും. അപ്പോൾ റാങ്ക് n ആയ ഒരു മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്ര പിവറ്റ് എലമെന്റ്സ് ഉണ്ടാവും? n പിവറ്റ് എലമെന്റ് തന്നെ ഉണ്ടാകും. അപ്പൊ ഏതെങ്കിലും ഒരു പിവറ്റ് എലമെന്റ് എന്ന് പറയുമ്പോൾ ഡയഗണൽ ആയിട്ട് വരുന്ന എലമെന്റ്, അത് ഏതെങ്കിലും സീറോ ആയി കഴിഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഒരു 3x3 മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം A11 A22 A33 ഇതൊക്കെയാണല്ലോ പിവറ്റ് എലമെന്റ്. അപ്പൊ ഇവിടെ സീറോ വന്നു കഴിഞ്ഞാല് അതിന്റെ റാങ്ക്, കാരണം എങ്കിൽ ലാസ്റ്റ് റോ മൊത്തത്തിൽ സീറോ ആയി പോകും, എങ്കിൽ ആ റാങ്ക് ഇത് 2 ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഒരു നോൺ സീറോ ആയിട്ടുള്ള ഒരു മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം അത് എപ്പോഴും ഡിറ്റർമിനന്റ് നോൺ സീറോ ആയ ഒരു മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ റാങ്ക് എന്ന് പറയുന്നത് എപ്പോഴും n ആയിരിക്കും. അപ്പൊ ഇവിടെ ഇതൊരു 3x3 മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ റാങ്ക് എന്ന് പറയുന്നത് 3 ആയിരിക്കും. റാങ്ക് 3 ആയി കഴിഞ്ഞാൽ എത്ര പിവറ്റ് അവിടെ ഉണ്ടാവും? 3 പിവറ്റ് എലമെന്റ് ഉണ്ടാകും. അപ്പൊ ഈ ഒരു ചോദ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് 3 പിവറ്റ് പൊസിഷൻസ് ഉണ്ട്. നമ്മളിത് റോ എച്ചലോൺ ഫോമിലേക്ക് കൊണ്ടുവന്ന് റെഡ്യൂസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെ 2 മിനിറ്റിൽ കൂടുതൽ എടുക്കും. ഒരു PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്രയൊന്നും സമയം ലഭിക്കത്തില്ല. അടുത്തപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ തന്നിട്ടുണ്ട്. x³ - x + 2 = 0. ഇതിന്റെ ഈ ഒരു മെട്രിക്സ്, ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കൊണ്ടുണ്ടാകുന്ന മെട്രിക്സ് എന്താണ്? അപ്പൊ നമുക്കറിയാം, A ഒരു മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡിറ്റർമിനന്റ് ഓഫ് A - lambda I = 0. അതിനെ ഇക്വേറ്റ് ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കുക. A - lambda I = 0. ഇത് ചെയ്യുമ്പോഴത്തേക്കുമാണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ലഭ്യമാകും. ഇവിടെ ഈ ലാംഡയെ പറയുന്നതാണ് അതിന്റെ എയ്ഗൻ വാല്യൂസ്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നിന്നിരിക്കുന്നത് x³. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് ലാംഡയ്ക്ക് പകരം x കൊടുത്താൽ മതിയാവും. അപ്പൊ x³ - x + 2 = 0. ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മെയിൻ ഓർഡർ, ആ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ ഓർഡർ എത്രയാണോ, ഇവിടെ x⁻n - എക്സെട്ര ഇങ്ങനെ ടേമാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് n/n ആയിരിക്കും. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഏറ്റവും വലിയ ഓർഡർ എത്രയാണെന്ന് നോക്കുക, എക്സിന്റെ പവർ എത്രയാണെന്ന് നോക്കുക. ഇവിടെ 3 ആണ്. അതുകൊണ്ട് ഈ മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് എപ്പോഴും 3/3 ആയിരിക്കും. ഓക്കെ ആണല്ലോ. കാരണം ഒരു റെക്ടാങ്കുലർ മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ പറയാൻ സാധിക്കത്തില്ല, അതിന്റെ ഡിറ്റർമിനന്റ് ഡിഫൈൻഡ് അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എപ്പോഴും 3/3 മെട്രിക്സ് ആയിരിക്കും, സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഇത് എളുപ്പമാണ്. ഒരു മെട്രിക്സിന്റെ എയ്ഗൻ വാല്യൂസ് തന്നിട്ടുണ്ട്. 2 6 -3. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് എത്രയാണ്, ട്രേസ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം, എയ്ഗൻ വാല്യൂസ് ഒരു 3/3 മെട്രിക്സ് ആണ്. എയ്ഗൻ വാല്യൂസ് 3 എണ്ണം തന്നിട്ടുണ്ട്. 3ഉം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ എയ്ഗൻ വാല്യൂസ് ഒന്നും 0 അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു ഇൻവെർട്ടിബിൾ മെട്രിക്സ് തന്നെ ആയിരിക്കും. ഇനി എയ്ഗൻ വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് എത്രയായിരിക്കും? ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന എയ്ഗൻ വാല്യൂസിനെല്ലാം കൂടി ഗുണിച്ചാൽ മതി. ഇവിടെ 2 6 -3. അപ്പൊ 2 × 6 12, 12 × -3 -36. അപ്പം ഡിറ്റർമിനന്റ് ഓഫ് A എന്ന് പറയുന്നത് 2 × 6 × -3. ഇത് എത്രയാണെന്ന് കിട്ടും നമുക്ക്? 6 2 12 36 -36 എന്ന് കിട്ടും. അടുത്ത് ട്രേസ് എത്രയാണെന്നാണ് ചോദ്യം. ട്രേസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന എയ്ഗൻ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. 2 + 6 -3. ഇവിടെ 6 2 8, 8ൽ നിന്ന് 3 പോയാൽ 5 വരണം. തന്നിരിക്കുന്നത് -2 എന്നാണ്. അപ്പൊ B എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ A ശരിയാണ്, B തെറ്റാണ്. A ശരിയാണ്, B തെറ്റാണ്. അങ്ങനെയുള്ള ഓപ്ഷൻ വേണം എടുക്കാൻ. C ഓപ്ഷനാണ് ശരി ഉത്തരമായിട്ട് വരിക. A ശരിയും B തെറ്റുമാണ്. അപ്പൊ ഈ ചോദ്യവും ക്ലിയർ ആണല്ലോ. അടുത്ത് നാലാമത്തെ ചോദ്യം, ഇത് PSC ക്യാൻസൽ ചെയ്ത ഒരു ചോദ്യമാണ്. നമുക്കറിയാം, ഇപ്പൊ ഒരു
3x3 മെട്രിക്സ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. 3x3 മെട്രിക്സ് ആണ് തന്നിട്ടുള്ളത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എഴുതാൻ നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ PSC ഇത് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ നിന്ന് ആൻസർ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ടത് ഡിറ്റർമിനന്റ് ഓഫ് a മൈനസ് ലാംഡ ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിറ്റർമിനന്റ് ഓഫ് a മൈനസ് ലാംഡ ഐ ഇസ് ഈക്വൽ ടു 0. ഇനി 3x3 അല്ല, ഏത് മെട്രിക്സ് ആയാലും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഐഡന്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റി ഇതിനെ ചെയ്യാന്ന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പൊ ഇതിനൊരു ഷോർട്ട് കട്ട് ഫോർമുല ഉണ്ടല്ലോ, ലാംഡ ക്യൂബ് മൈനസ് ട്രൈസ് ഓഫ് a ഇൻറ്റു ലാംഡ പ്ലസ് മൈനർ a11നെ പൊത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ മറച്ചിട്ട് a11 ഇതിനെ എത്രയും ക്രോസ് ചെയ്തിട്ട് കിട്ടുന്ന ഡിറ്റർമിനന്റ് എത്രയാണെന്ന് നോക്കുക. അങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ മൈനർ കണ്ടുപിടിക്കും. a11 പ്ലസ് a22 പ്ലസ് a33 പിവറ്റ് എലമെന്റുകളുടെ മൈനർ കണ്ടുപിടിക്കുക. ഇത് ലാംഡ സ്ക്വയർ ആണ്. ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് a ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഒരു 3x3 മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. അപ്പൊ ഇവിടെ ഇതിന്റെ ലാംഡ ക്യൂബ് മൈനസ് ട്രൈസ് ഓഫ് എ എന്ന് പറയുമ്പോൾ പിവറ്റ് എലമെന്റുകളെ കൂട്ടിയാൽ മതി. 2 മൈനസ് 6 മൈനസ് 4 മൈനസ് 4 പ്ലസ് എന്ന് പറഞ്ഞാൽ മൈനസ് 3. ആ രണ്ട് മൈനസും കൂടെ ചേർന്നത് പ്ലസ് ആയി. പ്ലസ് 3 ലാംഡ സ്ക്വയർ പ്ലസ്. ഇനി ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മൈനസ് ആണ്. മൈനസിന് എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യത്തെ എലമെന്റ് ഫസ്റ്റ് പിവറ്റ് വരുന്ന റോയും കോളവും മറക്കുക, ബാക്കിയുള്ള അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ -6 -6 മൈനസ് 9 എന്ന് പറയുമ്പോഴത്തേക്കും -6 പ്ലസ് 9 ആവും, 3 വരും പ്ലസ്. ഇനി a22 -6നെ പൊത്തിപ്പിടിക്കുക. അപ്പോൾ സെക്കൻഡ് റോ വരുന്നതും കോളം വരുന്നതും പോകും. ബാക്കി 2 × 1 2 മൈനസ് 9, ഇവിടെ -7 വരും. ഇനി അടുത്ത് പ്ലസ് a33 3 വരുന്ന ഈ റോയും ഈ കോളത്തെയും മാറ്റുക. ബാക്കി എത്രയുണ്ട്? -12 -12 പ്ലസ് 16 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? -12 പ്ലസ് 16 4 വരും പ്ലസ് 4. ഇനി ഇവിടെ ഇവർ തന്നിരിക്കുന്ന ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് -4 ആണ്. ഇത് ടൈപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്കും അവർക്ക് തെറ്റിപ്പോയതാണ്. ഡിറ്റർമിനന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് +4 ആണ്. അങ്ങനെ +4 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ -4 is equal to 0. മൈനസ് ഓൾറെഡി ഈ ഫോർമുലയിലുണ്ട്. -4 is equal to 0. ഇത് ചെയ്യുമ്പോഴത്തേക്കും ലാംഡ ക്യൂബ് പ്ലസ് 3 ലാംഡ സ്ക്വയർ -4 is equal to 0. 3 + 4 - 7 0 ആയി പോകുന്നുണ്ട്. ലാംഡയുടെ ടേം ഇവിടെ ഇല്ല, ഈക്വൽ ടു 0. അപ്പോൾ ഇതായിരിക്കും ഇതിന്റെ ഉത്തരം വരുന്നത്. ലാംഡ ക്യൂബ് പ്ലസ് 3 ലാംഡ സ്ക്വയർ -4 is equal to 0. വേണം ഈ ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. പക്ഷെ ഇവിടെ ആൻസർ തെറ്റിച്ച് തന്നതുകൊണ്ട്, ക്വസ്റ്റ്യനിലെ തന്നിരുന്ന വേരിയബിൾ തെറ്റിപ്പോയതുകൊണ്ട്, ഡിറ്റർമിനന്റ് തന്നത് തെറ്റിപ്പോയത് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോവുകയാണ് ചെയ്തത്. ഓക്കെ ആണല്ലോ. അടുത്ത 5ാമത്തെ ചോദ്യം. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിന്റെ റാങ്ക് എത്രയാണെന്നാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം 0 ഒരിക്കലും വരത്തില്ല. ഒരു എലമെന്റ് എങ്കിലും നോൺ സീറോ ആയിട്ട് ഇതിനകത്തുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് വരത്തില്ല, 0 വരത്തില്ല. ഇവിടെ തന്നിരിക്കുന്നത് 1 -4 9 -7. ഇത് 3/4 മെട്രിക്സ് ആണ്. -1 2 -4 1 5 -6 10 7. നമ്മളുടെ റോ എപ്സിലോൺ ഫോമിലേക്ക് മാറ്റുമ്പോൾ ഇതിലെ 1ന് താഴെ വരുന്ന സെക്കൻഡ് റോ 0 ആക്കണം. സെക്കൻഡ് എലമെന്റ് A21 0 ആക്കണം. അപ്പോൾ ഇവിടെ 1 -4 9 -7. നമ്മൾ എന്ത് ചെയ്താൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ഇതിനൂടെ ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെന്റ് 0 0 2 -4 എന്ന് പറയുമ്പോൾ -2 വരും. പിന്നെ ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് -9 + 4 ഇവിടെ 5 വരും. 1 ആഡ് ചെയ്യല്ലേ, 1 -7 -6 എന്ന് വരും. അടുത്ത റോയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ തേർഡ് A31 നമുക്ക് 0 ആക്കണം. A31 0 ആക്കണമെങ്കിൽ R3 എങ്ങനെ ചേഞ്ച് ചെയ്യണം? R3 ചേഞ്ചസ് ടു R3 -5 R1. R1നുള്ള എല്ലാത്തിനെയും 5 കൊണ്ട് ഗുണിച്ചിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് കുറയ്ക്കുക. അപ്പൊ ഇവിടെ 5 - 5 R1 ഇത് 0 വരും. ഇവിടെ വരുമ്പോഴത്തേക്കും -6 -5 × -4 എന്ന് പറയുമ്പോൾ ഇവിടെ -20 -26 എന്ന് ആവും ഈ ടേം. അടുത്ത ചെയ്യുമ്പോഴത്തേക്കും ഈ റോയില് 10 -45 ഏകദേശം -35 എന്ന് വരും. അടുത്ത് 7 -7 × -5 × -7 എന്ന് വരും.
അത് ചെയ്യുമ്പോഴത്തേക്കും 35 പ്ലസ് 7 42 ആവും. ഇവിടെ ഈ A32 നോക്കുമ്പോഴത്തേക്കും -6 -5 × -4, അതായത് ഇവിടെ -5 × -4 പ്ലസ് 20 ആയി. 20 - 6 14 വരും. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ പിവറ്റ് എലമെന്റ് വെച്ചിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത്. ഈ എലമെന്റിനെ 0 ആക്കാനാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് എളുപ്പത്തിന് എന്ത് ചെയ്യാൻ പറ്റും? -2 കൊണ്ട് ഈ റോയെ കംപ്ലീറ്റ് അങ്ങ് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ റോ എന്തായിട്ട് മാറും? -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 1 ആവും. A22 എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. ഇവിടെ -5/2 ആവും. ഇവിടെ വന്നിട്ട് -6/-2 3 വരും. അപ്പൊ ഈ ഒരു റോ ഇങ്ങനെ നമുക്ക് മാറ്റാൻ കഴിയും. ഇനി നമ്മൾ ചെയ്യേണ്ടത് R3യെ എങ്ങനെ മാറ്റണം? R3 ചേഞ്ചസ് ടു R3 - 14 ടൈംസ് R2. അപ്പൊ ഇത് എങ്ങനെയായിട്ട് മാറും? 1 -4 9 -7. അടുത്ത റോയിൽ 0 1 -5/2 3. നമ്മൾ ചെയ്യേണ്ടത് R2വിന് 0 നിന്ന് 0 മാറ്റിയ വേറെ വ്യത്യാസമൊന്നുമില്ല. 0 - 0 0 തന്നെ. 14 - 14 R1 എന്ന് പറയുന്നത് R2 എന്ന് പറയുന്നത് 0 തന്നെ വരും. ഇവിടെ ചെയ്യുമ്പോഴത്തേക്കും -35 -14 × -5/2. രണ്ടും ഇവിടെ പോകുമ്പോഴത്തേക്കും ഇവിടെ 7 വരും. 7 × -5 -35. ഇത് രണ്ട് പ്ലസ് ആവും. അപ്പോൾ -35 + 35 0 ആവും. അതേപോലെ 42 - 3 × 14. അത് ചെയ്യുമ്പോഴത്തേക്കും ഇവിടും 0 വരും. 42 - 42 0. അപ്പൊ ലാസ്റ്റ് റോയിൽ പിവറ്റ് എലമെന്റുകൾ ഒന്നും ഇല്ല. അപ്പൊ ഇവിടെ 2 പിവറ്റ് എലമെന്റേ ഉള്ളൂ. A11 A22 ഈ 2 പിവറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. ലാസ്റ്റ് റോ കംപ്ലീറ്റ് 0 ആയിപ്പോയി. അപ്പോഴത്തേക്കും ഇതെന്താണ്? ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്. നമ്മൾ റിലേഷൻ വെച്ചിട്ട് ഇതിന്റെ ഡിപ്പെൻഡൻസി നമ്മൾ കണ്ടുപിടിക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ റാങ്ക് 2 ആണ്. എത്ര പിവറ്റ് എലമെന്റ് ഉണ്ടോ അത്രയായിരിക്കും അതിന്റെ റാങ്ക് ആയിട്ട് വരിക. അപ്പൊ ഇതിന്റെ റാങ്ക് എന്ന് പറയുന്നത് 2 ആണ്. ഇത്രയുമാണ് ലീനിയർ അൾജിബ്രയുമായി ബന്ധപ്പെട്ട് ഈ HSAയുടെ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങളും ആൻസറും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.